പുതിയ സാമ്പത്തിക വർഷം വന്ന് പ്രതിസന്ധി മാറിയെന്ന് ഭക്ഷ്യവകുപ്പ് അവകാശപ്പെടുമ്പോഴും മാവേലി സ്റ്റോറിൽ ഇപ്പോഴും പഞ്ചസാര കിട്ടാക്കനി. ഒരു വർഷമായി സപ്ലൈകോ സ്റ്റോറുകളിൽ പഞ്ചസാര എത്തിയിട്ട്. മൊത്തവ്യാപാരികൾ ടെൻഡറിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് സ്റ്റോറുകളിൽ സബ്സിഡി നിരക്കിൽ പഞ്ചസാര എത്തിക്കാത്തതെന്നാണ് മന്ത്രി GR അനിലിന്റെ വിശദീകരണം. സൂപ്പർ മാർക്കറ്റായി ഉയർത്തി ഇന്നലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയ പുന്നപ്രയിലെ മാവേലി സ്റ്റോറാണിത്. റാക്കുകളെല്ലാം നിറയെ സാധനങ്ങൾ. സബ്സിഡി സാധനങ്ങളുടെ റാക്കിലേക്ക് പോയാൽ ഒരു സാധനമില്ലാത്തത് ആരും ശ്രദ്ധിക്കും. പഞ്ചസാര. മാവേലി സ്റ്റോറിൽ പഞ്ചസാര വിൽപ്പനയ്ക്ക് എത്താതെയായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. എന്താണ് മാവേലി സ്റ്റോറിൽ പഞ്ചസാര ഇല്ലാത്തത്? ഗവൺമെന്റിന് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആ നടപടികളിലൂടെ മാത്രമേ സാധനങ്ങൾ സംഭരിക്കാൻ പറ്റൂ. നേരിട്ട് മാർക്കറ്റിൽ നിന്ന് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ പങ്കെടുക്കാതിരുന്നാൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അമിതമായ വില വെച്ചാലും നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അംഗീകരിക്കാവുന്ന വിലയിലേക്ക് എത്തുന്ന സാധനങ്ങൾ മാത്രമേ സബ്സിഡി ആയിട്ട് കൊടുക്കാൻ കഴിയൂ. മറ്റുൽപ്പന്നങ്ങൾ എടുക്കുന്നതിന് തടസ്സമില്ല. പഞ്ചസാര മാത്രമല്ല, പൊതുവിപണിയിൽ കിലോഗ്രാമിന് 200 രൂപ വിലയുള്ള തുവര, 130 രൂപയിലേറെ വിലയുള്ള ചെറുകടല എന്നിവയുമില്ല. പഞ്ചസാര പോലെയല്ല ഇവ. ഇടയ്ക്കൊക്കെ ഒന്ന് വന്നുപോകും. സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ നമുക്ക് റീസണബിൾ റേറ്റ് ആണെന്ന് കണ്ടാലേ എടുക്കാൻ പറ്റൂ. അതിനപ്പുറത്ത് സപ്ലൈകോയ്ക്ക് എടുക്കാൻ കഴിയില്ല. അത് മറ്റ് അല്ലാത്ത സെയിലിന് വേണ്ടുന്ന സാധനമായിട്ട് എടുക്കാൻ പറ്റും. മന്ത്രി ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും വാസ്തവം ഇതാണ്. പഞ്ചസാരയും തുവരയും പോലെയുള്ള സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന സാധനങ്ങൾ മുതലാകുന്ന നിരക്കിൽ കിട്ടിയാലേ സപ്ലൈകോയ്ക്ക് വാങ്ങാനാകൂ. സപ്ലൈകോ നിരക്കിൽ സാധനം നൽകാൻ മൊത്ത വിൽപ്പനക്കാരും തയ്യാറല്ല. അതാണ് മാവേലി സ്റ്റോറിന് പഴയ മധുരമില്ലാത്തത്. റിപ്പോർട്ടർ, ആലപ്പുഴ.